പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഹരീഷ് എമ്പക്കര. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേട്ടില്ലേ, മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു എന്ന് പറഞ്ഞ് ജയചന്ദ്രൻ പാടിയ വളരെ ബ്യൂട്ടിഫുൾ ആയൊരു പാട്ടാണ്. അപ്പം മലയാള ഭാഷയ്ക്ക് അത്ര ഭംഗിയുണ്ട്. കളരിപ്പയറ്റിലെ വായ്ത്താരിക്കും അതേപോലെ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഉദാഹരണം പറഞ്ഞാൽ, മാറിന് നേരെ പിടിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ കൈ പിടിക്കുന്ന നമുക്കറിയാം. മാറിന് നേരെ പിടിച്ച്, മാറടക്കി പിടിച്ച്, കണ്ടോ, മാറോടണച്ച്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ ശൈലികളാണ്. ഇതിൻ്റെ പ്രയോഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇങ്ങനെ പഠിക്കുമ്പോഴാണ്, അല്ലാതെ ഇത്ര കൈ നമ്പർ അല്ലെങ്കിൽ ഇത്ര കൈ പ്രയോഗം അങ്ങനല്ല, ഇതിൽ എത്രമാത്രം ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരിലേക്ക് ചില കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാകാതെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രീതിയാണ്. മലയാള ഭാഷയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ പുതിയ തലമുറയോട് ഫലം എന്നെഴുതാൻ പറഞ്ഞാൽ ഭരണിയുടെ വായിച്ചിട്ട് ലമ്മൽ വായിക്കുമ്പോൾ ഫലം എന്നാണ്. മറ്റേ ഫലം എന്താണ്? ഇതാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ഫലമാണ് ശരിയായ രീതിയിൽ നമുക്ക് വേണ്ടത്. ആദ്യത്തെ ഫലമല്ല, രണ്ടാമത്തെ ഫലമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാദകമായിട്ടുള്ളൊരു വശ്യമായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ മലയാള ഭാഷയ്ക്കുണ്ട്, മലയാളിക്കുണ്ട്, മർമ്മത്തിനുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യണത്. നേരെ വീഡിയോയിലേക്ക്. ഇപ്പം ചെയ്ത പ്രയോഗങ്ങളെല്ലാം കണ്ടു. അത് മാറിന് നേരെ പിടിച്ചെന്ന് പറയുന്നതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ ഈ കൈ പിടിക്കുന്നതിനകത്തുള്ള ചില രഹസ്യങ്ങൾ, കൈ എങ്ങനെ പിടിക്കണം, അതൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അതൊരു ഗുരുക്കന്മാരുടെ കീഴിൽ നേരിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ മാറിന് നേരെ പിടിച്ച, ഇനിയും മാറോടണച്ച് എന്ന് പറയുമ്പോൾ, മാറോടണച്ചെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ മാറോടണച്ച് ചേർത്ത് പിടിക്കുന്നത്, അതേമാതിരി അറ്റാക്കിനെ നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡ്, മീൻസ് ചേർത്ത് നിർത്തുന്ന മെത്തേഡ്. അത് ഈ കത്തിപ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ, കത്തിയൊക്കെ കുത്തുന്ന സമയത്ത് നമ്മൾ വളരെ അടുത്ത് കയറി ചെന്ന് ചെയ്യുന്ന പ്രയോഗങ്ങളിലൊക്കെ മാറോട് അണച്ച് പിടിക്കേണ്ട കാര്യമുണ്ട്. വളരെ വ്യക്തമായിട്ട് പിടി കിട്ടിയോ? അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നേരെ വീഡിയോയിലേക്ക്. ഇപ്പം ചെയ്തെല്ലാം മാറോടണച്ചാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ, ഒരമ്മ എങ്ങനെയാണ് എടുക്കുന്നത്, ഇനിയും മാറോട് ചേർത്ത്. അത് ചില പൂട്ടുകളൊക്കെ നമ്മൾ മുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാറോട് ചേർത്ത് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത്, ചേർത്ത് നിർത്തുന്നത്, അതുപോലെ ആയിരിക്കണമെന്നാണ്. കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ചത് മാറിന് നേരെ പിടിച്ച്, മാറോട് അണച്ച് പിടിച്ച്, മാറോട് ചേർത്ത്. ഭാഷയുടെ വ്യത്യാസം പിടികിട്ടിയോ? ഇത് പൊതുവിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ശിഷ്യന്മാർക്ക് ഇതുപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഷയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചേരുമ്പോഴുണ്ടാകുന്ന അമർച്ചയും അതുപോലെ തന്നെ ആ മർമ്മ പ്രയോഗങ്ങളുണ്ടാകുന്ന വ്യത്യാസമൊക്കെ അങ്ങ് അറ്റം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രയോഗങ്ങൾ നമ്മൾ ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മെയ് സ്വാധീനം വരുള്ളൂ. മെയ് പയറ്റൊക്കെ ചെയ്യുമ്പോൾ പൂട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കെട്ടിയൊക്കെ വരുന്ന സമയത്ത് ഈ കെട്ടുകളൊക്കെയാണ് നമുക്ക് ഫലപ്രദമായി വരിക. അതുകൊണ്ട് ഇത് ഒരു കലയായി മാറുന്നത് ഇങ്ങനെ പറയുമ്പോഴാണ്, ഭാഷയുടെ സ്വാധീനം ഉപയോഗിക്കുമ്പോൾ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു മലയാളിയാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് മലയാളം അറിയണമെന്നോ മർമ്മം അറിയണമെന്നോ സാധ്യത തീരെയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നല്ല കമൻറ്റുകൾ പോരട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.